പൊന്മുടിമുട്ടയിലെ സീതാതീർത്ഥത്തിൽ ഇന്ന് പൊങ്കാലയാണ്. അവിടേക്ക് പോകും വഴിയാണ് വഴിയരികിൽ ഞാൻ ആ കാഴ്ച കണ്ടത്. ഒരു പുലിക്കുട്ടിയെ. നിങ്ങൾക്കും കാണണോ അതാരെന്ന്? എന്നാ വാ, കണ്ടിട്ട് പോകാം. വലിയൊരു കച്ചവടക്കാരനെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയ. വലിയൊരു ബിസിനസ്സുകാരനെ കണ്ടപ്പോഴാണ് ഞാനിവിടെ ഇറങ്ങിയത്. എന്താ പരിപാടി ഇവിടെ? അമ്മ ഇപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് ജ്യൂസ് പറഞ്ഞവർക്ക് കൊടുക്കാൻ. അറിയാവോ ജ്യൂസ് അടിക്കാൻ? എന്താണ് സംഭാരത്തിൽ മോന് ചെയ്യാൻ പറ്റുക? സംഭാരം ഉണ്ടാക്കാൻ അറിയോ? നല്ലൊരു സംഭാരം ഉണ്ടാക്കി. എത്ര രൂപ അവനെ സംഭാരം? ഒരു സംഭാരം ഉണ്ടാക്കി നോക്കട്ടെ. കാണാൻ നല്ല സ്റ്റൈലാണല്ലോ. പാട്ടൊക്കെ പാടുമോ? എന്താണ് കഴിവ് മോന്റെ? പടം വരയ്ക്കും. പിന്നെ പാട്ടും പാടുമോ? പാട്ട് മറ്റേ സ്റ്റേജിലൊക്കെ കൂട്ടുകാരോട് അങ്ങനെ. അല്ല വേണമെങ്കിൽ അപ്പൊ അങ്കിളിന് വേണ്ടി ഒരു പാട്ട് പാടിത്തരുമോ? അങ്കിളിന്റെ ചാനലിന് വേണ്ടിട്ട് ഒറ്റയ്ക്ക് പാടാൻ. എവിടെ വീട്? എവിടെയാ? കാണുന്നില്ലല്ലോ. നീല? അത് രണ്ടു നില വീടല്ലേ? ഓക്കെ. ഇഞ്ചിയൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇങ്ങനെ ഒരു ഷോപ്പ് ചെയ്യാൻ ആരുടെ ഐഡിയ മോനെ? അത് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. ഗൂഗിൾ പേ ഉണ്ടോ? എവിടെ നമ്പർ? ഇവിടെ ആവശ്യമില്ല. 20 രൂപ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. അതൊരു പാട്ട് പാടിത്തരില്ല? ചേട്ടാ മൊത്തം ഒരു പാട്ട് പാടിത്താടാ ചാനലിലേക്ക് ഇടാൻ. ഒറ്റയ്ക്ക് പാടിയവരല്ലേ യേശുദാസും MG ശ്രീകുമാറും ഒക്കെ? സംഗീതം പാടിയവരാ? സംഗീതം പാടിയവരാണോ അവരൊക്കെ? ഒറ്റയ്ക്ക് പാടിയവരല്ലേ? അപ്പൊ ഒറ്റയ്ക്ക് പാടില്ലേ? ഏത് പാട്ടാണ് മോനെ അറിയാവുന്ന? കൂട്ടത്തിൽ പാടാൻ അറിയാവുന്ന? അങ്കിലൂടെ പാടാം. കൂട്ടത്തിൽ പാടാൻ 1000 കണ്ണുള്ള മാല. ആണോ? അതിന് ഒരു വരി പാടിയാ നോക്കട്ടെ. 1000 കണ്ണുള്ള മാലാകവാനിന ഈരാവിത തെളിഞ്ഞു നിൽക്കി പോരാ. 1000 മേറെ കിളിക്കൂടുമെയ്യുവാൻ നിന്റെ ആ നെഞ്ചകത്തിൽ. കിളികളാം കുരുവികൾ കുറുകുന്ന കാട്ടിലെ വിജനമാം പാതയിൽ 2 പേർ പകലേതുമറിയാതെ ഇലവേതുമറിയാതെ വിരിയാതെ പൂവിനെ കാത്തു നിൽപ്പൂ. സൂപ്പർ. എത്രയും പ്രതീക്ഷയിൽ ഇത്രയും നന്നായിട്ട് പാടുന്നു. സ്കൂൾ മത്സരത്തിൽ സംഘഗാനത്തിന് മോനുണ്ടായിരുന്നോ? ഗ്രൂപ്പിന്റെ അങ്ങനെ ഗ്രൂപ്പിലുണ്ടായിരുന്നോ? ഫസ്റ്റ് കിട്ടി? എ ഗ്രേഡ് കിട്ടി. ഇവിടെ എന്താ മോനെ നാരങ്ങയായിട്ട് ഇങ്ങനെ ക്ലാസ്സിലിട്ട് വെച്ചേക്കുന്ന? കാശ് വരാനാണ്, നെഗറ്റിവിറ്റി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാരുടെ ഐഡിയ? അമ്മയുടെ ഐഡിയ? ഒരു മാമൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഓക്കെ. നല്ല കട്ട തൈര്, ഇഞ്ചി, മുളക്, പിന്നെ വേറെന്താ മോനെ ചേർത്ത? ഉപ്പും ചേർത്ത്. പിന്നെ മാങ്ങ അച്ചാറുണ്ടായിരുന്നു മോനെ. മാങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അത് അങ്കിളിന് തരുന്നില്ലേ? വേണ്ട. അതിന്റെ മിക്സ് എന്താന്ന് എനിക്കറിയത്തില്ല. വേണ്ട. ഞാനത് വെറുതെ പറഞ്ഞതാ മോനെ. എനിക്ക് വെള്ളം ബോട്ടിലിൽ വെള്ളം ഒഴിച്ചാലും മതിയിടാ. മിനറൽ വാട്ടർ. എന്നിട്ട് ആ ബാക്കി ഞാൻ കൊണ്ടുപോയിക്കോളാം. അര എടുത്തോ മോനെ. അപ്പൊ 10 രൂപ ആവത്തുള്ളൂ. 30 രൂപ. അത് മുഴുവൻ ഒഴിക്കാൻ പറ്റും മോനെ? ആവത്തില്ല അല്ലേ? എന്നാ അതിന്റെ ഒരു ടേസ്റ്റ് പോകൂലേടാ അല്ലേ? ചിലപ്പോ ഇത് എല്ലാം കൂടി കോമ്പിനേഷൻ ലെവലിൽ വേണ്ട മോനെ. ഇത് മതി. അത് ഐസ് ഇടുമോ? എങ്ങനെ തണുക്ക? ഇതിന്റെ അകത്ത് ഐസ് ഉണ്ട്. എല്ലാവരും തണുപ്പ് ഐസ് ഇട്ടോ. നല്ല രസമല്ലേ ഐസ് ഇട്ട് കുടിക്കും. എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോടാ.
ഇത് അച്ചാമേര അവിടെ നിന്ന് കൊണ്ടുവന്നു. ഗ്ലാസ്സിൽ വീഴുമ്പോൾ ഗ്ലാസ് പീസില്ലേ മോനെ? ഫീസ് വലുത്. ആ മതി മതി, പീസ് വലുതാ പൊട്ടിക്കണം. അമ്മ മോന് ഫുഡ് എടുക്കാൻ പോയതാ? അല്ല, അവിടെ അയ്യപ്പ കഞ്ഞി കൊടുക്കണം. ആ ശരിയാ, ഇന്ന് എല്ലായിടത്തും കഞ്ഞിയാ കേട്ടോ. എന്തരോ നോക്കടാ. ഒരു വേള സംസാരിക്കുമ്പോൾ മാത്രമാണ് നന്മയുള്ള മനസ്സുകളെ നമുക്ക് അടുത്തറിയാനാവുന്നത്.